ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലങ്കാവിയിൽ ഇന്ന് ഒരു ഷിപ്പ് യാത്രയാണ്, അത് കപ്പൽ യാത്രയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലങ്കാവിയിൽ ഹുവാജട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹുവാജട്ടിന്ന് നമ്മളെ കൗലഖേഡയ്ക്കാണ് നമ്മൾ പോണത്. ഒരു ഷിപ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ എന്ത് വെച്ചാൽ പുറപ്പെടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ അതേപോലെ കേട്ടോ സിസ്റ്റം ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വന്ന വഴിയൊക്കെ നമ്മളിനി എന്താ വെച്ചാൽ നേരെ ഷിപ്പിക്ക് കയറാൻ പോവാണ്. ഷിപ്പ് വന്നിട്ടുണ്ട്, ഷിപ്പ് കാണിച്ചു കേട്ടോ. ഇതാ നമ്മളെ ഷിപ്പ്. ഇതിലേതാണ് ഷിപ്പ്? ഈ ലെഫ്റ്റിലുള്ളതാണ് കേട്ടോ നമ്മുടെ ഷിപ്പ്. ഇത് ക്വാലഖേഡ, അതായത് ക്വാലഖേഡയ്ക്ക് പോണ ഷിപ്പാണ് ഈ ബ്ലൂ വൈറ്റ്. അതേപോലെ ഈ ഷിപ്പ് നല്ല ആളുകളുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കപ്പലിൽ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഷിപ്പ് എടുക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സീറ്റിലെത്താൻ ഇതിന് വെയിറ്റ് ചെയ്യണം ആളുകളൊക്കെ. ഇത് മുകൾ ഭാഗത്തായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഹുവാജട്ടിയിൽ ഒരുപാട് ഫെറികൾ നിർത്തിയിട്ടുണ്ട്. ഷിപ്പിന് ഇവിടെ ഫെറി എന്നാണ് കേട്ടോ പറയുക. നമ്മൾ അതിലാണ് യാത്ര ചെയ്യണത്. ഒരുപാട് ഷിപ്പുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ നിർത്തിയിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ യാത്രക്കാർക്ക് പോകാനുള്ളത് മറ്റൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ കപ്പലിൻ്റെ ഉള്ളിലുണ്ടോ. കാരണം ഒരുപാട് യാത്രക്കാർ ജോലിക്കായിട്ടുള്ളവരുണ്ടാകാം, പിന്നെ സ്ഥലം കാണാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അങ്ങനെ എല്ലാവരെയും കൊണ്ടും നിറഞ്ഞിട്ടുള്ള ഒരു ഫെറി യാത്ര തന്നെയുണ്ട് നമ്മുടേത്. ഹുവാജട്ടിന്ന് നമ്മുടെ ഫെറി എടുത്തു. വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൗലഖേഡ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ച് മലകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മലകൾ വിശാലമായിട്ട് നീണ്ടു കിടക്കണ ബീച്ചാണ് കേട്ടത്. അതായത് ഒരു ഐലൻഡിന്റെ ഭാഗങ്ങളുള്ള കടലാണ്. നമുക്കിത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ഐലൻഡിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാനും പറ്റും കേട്ടോ. ഇവിടെ നമുക്കൊരു കയറ് കെട്ടിയിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ പ്രവേശനമില്ല. ഇവിടെ ശരിക്കും നമുക്ക് അതിൻ്റെ മുകൾക്ക് എന്ത് ചെയ്യാൻ പോകാനൊക്കെ പറ്റും. അതായത് അവിടെ ആൾക്കാർ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് തോന്നുന്നുണ്ട്. അതെ, സൗകര്യമുണ്ട്. പക്ഷെ അവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അപ്പോൾ ഇത് ശരിക്കും 3 ഡെക്കറൊക്കെ ഉണ്ടോ. അതായത് അണ്ടർഗ്രൗണ്ടിലൊന്ന്, പിന്നെ ഇത് മിഡിൽ, ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യും ഒന്നുകൂടി ഉണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ വേറെ കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് കാണാം ആളുകളിരിക്കുന്നതായാലും. കാലി സീറ്റുകളുണ്ട് കേട്ടോ. അതായത് ഒക്കെ സീറ്റ് കാലികൾ ഫില്ലാവുള്ളൂ. നമുക്ക് എന്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതായത് എവിടെ വേണം ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എവിടെ ഇരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കാലിലുള്ളടത്തൊക്കെ വന്നിരിക്കാം. കൗലഖേഡെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അത് എത്താറാകുമ്പോഴുള്ള കാഴ്ചയാണിത്. അതായത് ഒരുപാട് ബോട്ട്, തോണികളും ഒക്കെ നിർത്തിയിട്ടിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ബോട്ടുകൾ ഈ പറഞ്ഞ പോലെ. അതിൽ പലതും മീൻ പിടിക്കാൻ പോണതുണ്ടാവാം. അതേപോലെ തന്നെ പറഞ്ഞ പോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള
ട്രാവലിംഗ് ബോട്ടുകൾ ഉണ്ടാവാം, എല്ലാതും ഉണ്ട് കേട്ടോ. ഒക്കെ നിർത്തിയിട്ടൊക്കെയാണ്. ഫെറിയുടെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് മനസ്സിലാവും. കാരണം നമ്മുടെ സ്പോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ കൗലക്കേട എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഷിപ്പ്, അതായത് ഫെറി ഇങ്ങനെ ലാൻഡ് ചെയ്ത് വരികയാണ്, എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൗലക്കേടയുടെ ജെട്ടിക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ജെട്ടിയുടെ ബോട്ട് നിർത്തിയിരുന്ന സ്ഥലം എന്നാണല്ലോ അവിടെ. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇപ്പോൾ കൗലക്കേദ എന്ന് പറയണ ഒരു സ്ഥലം, എന്താ പറയുക, ഇവിടെ ഈ പറഞ്ഞ ബീച്ചിൻ്റെ സൈഡും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കൗലക്കേദയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വന്ന് കുവാചട്ടിന്നാണ് വന്നത്. കൗലക്കേദയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോണത്. ഖെലുവാർ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്, അതായത് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഖെലുവാർ. ഗായ്സ്, അപ്പോൾ നമ്മൾ കൗലക്കേടയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ലങ്കാവിയിൽ നിന്ന് നമ്മളിപ്പോൾ കൗലക്കേട വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫെറി, അതായത് ബോട്ട് യാത്ര നടത്തിയിട്ട് നമ്മൾക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ എവിടേക്കും വിസിറ്റ് ചെയ്യാനൊന്നും പോകണില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ച് കാഴ്ച ഉണ്ടോ അറിയില്ല. നമ്മളടുത്ത എന്താ പറയുക, തിരിച്ച് നമ്മൾ ലങ്കാവിക്ക് പോകണത് 2 മണിക്കാണ് നമ്മളെ ഫെറി, അതായത് ഷിപ്പ് വരാനുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ കപ്പലിൻ്റെ ഷിപ്പിൻ്റെ ഇവിടെ ഫെറി ലൈൻ, അതായത് ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. എയർപോർട്ടിൽ അതേപോലെ തന്നെ കേട്ടോ, സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ഹാൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരുന്നു വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് ഇറങ്ങിയതാണ്, ജസ്റ്റ് കാഴ്ചകളൊന്നും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കാര്യമൊന്നുമില്ല, കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഇതുപോലെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിനി പോകാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇറങ്ങിയത്. അവിടെ തന്നെയാണ് തിരിച്ച് പോകണതും. കുവാചട്ടിന്ന് തിരിച്ച് ഇങ്ങോട്ടും, അതുപോലെ തിരിച്ച് അങ്ങോട്ടുള്ളൊരു യാത്ര. ഇവിടെ കാറും വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും.